പാലക്കാട് ജില്ലയിലെ പല മേഖലകളിലും പൊതുയിടങ്ങളിലെ പ്രചാര ബോർഡുകൾ വ്യാപകമാണ്. ഏതു പരിപാടിയാണെങ്കിലും നാട്ടിലും നഗരത്തിലും ഫ്ലെക്സുകൾ നിറയും. പരിസ്ഥിതിക്ക് വളരെ ദോഷം ചെയ്യുന്ന ഫ്ലെക്സുകളാണ് പലയിടത്തും ഉപയോഗിക്കുന്നത്. പരിപാടി ഏതാണെങ്കിലും ശരി, പൊതുസ്ഥലത്താണ് ഈ ഫ്ലെക്സുകളെല്ലാം. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട നഗരസഭയോ ദാ ഇവിടെ. അതായത് നഗരസഭ ഉദ്യോഗസ്ഥർ ദിവസവും പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഫ്ലെക്സുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. പരിപാടി ഏതായാലും ശരി, നഗരത്തിൽ പ്രചാരണ ബോർഡുകളും ഫ്ലെക്സും നിർബന്ധമാണ്. അതിന് പൊതുസ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന നിയമം കാറ്റിൽ പറത്തിയാണെങ്കിൽ പോലും ഫ്ലെക്സ് നിരോധിച്ച വസ്തുവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഫ്ലെക്സ് പോലെ തന്നെയുള്ള അനുവാദമുള്ള മെറ്റീരിയലുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നതിൻ്റെ ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്നാലും പരമാവധി ഫ്ലെക്സ് വെക്കാതിരിക്കുള്ള നമ്മൾ ജനങ്ങളോട് അതിനുള്ള അവബോധം കൊടുക്കുന്നുണ്ട്. സ്ഥാപനം വിളിച്ച് വരുത്തി മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പൊതുനിരത്തിലെ ബോർഡുകൾ മാറ്റിയിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്കത് ഇൻകമായിട്ട് നമുക്ക് വന്നിട്ട് നമ്മൾ ലേലം ചെയ്ത് കൊടുത്തു. അതായത് ഫ്ലെക്സ് മുഴുവൻ നമ്മൾ കീറി മാറ്റി നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് കൊടുത്ത ശേഷം ആ വരുന്ന റോ മെറ്റീരിയൽ അതിൻ്റെ ഫ്രെയിം നമ്മൾ ലേലം ചെയ്ത് കൊടുക്കുകയുണ്ടായത്. നഗരത്തിന് പുറത്തെ സ്ഥിതി മറ്റൊന്നുമല്ല. വടക്കഞ്ചേരിയിൽ പോയാൽ അവിടെയുമുണ്ട് റോഡിന് സമീപം ഇങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ. നഗരസഭയുടെ തൊട്ടു മുന്നിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ. അല്പമൊന്ന് നീങ്ങിയാൽ സിവിൽ സ്റ്റേഷന് മുന്നിലും ഫ്ലെക്സ് കാണാം. കോട്ടമൈതാനത്തിന് സമീപവുമുണ്ട് പൊതുസ്ഥലത്തെ പ്രചാരണ ഫ്ലെക്സ് ബോർഡുകൾ. ഇനി ഒറ്റപ്പാലത്തെ സ്ഥിതി കൂടി ഒന്ന് കാണാം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.